ദി ആക്സ് ഫോർഗെറ്റ്സ് ബട്ട് ദി ട്രീ റിമെമ്പേഴ്സ്. ഇതൊരു ആഫ്രിക്കൻ പ്രോവർബാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെട്ടേൽപ്പിച്ച മഴ മറന്നാലും വെട്ടേറ്റ മരം മറക്കില്ല. അതായത് നമ്മുടെ ലൈഫിലേക്ക് പല പല കാലഘട്ടങ്ങളിലായിട്ട് പല ആളുകളും കടന്നു വരും. അതിൽ പല ആൾക്കാരും നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കും, വളരെ മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യും, നമുക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലതും ചെയ്തു കൂട്ടും. എന്നിട്ട് ഇവരൊക്കെ ഇവരുടെ ലൈഫിലേക്ക് തിരിച്ചു പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ അനുഭവിച്ച ആൾക്കാർ ജീവിതകാലം മൊത്തം ഇതിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കണം. ട്രോമ നമ്മൾ ഒരു കാലത്ത് വിട്ടുമാറില്ല. അവരുണ്ടാക്കി വെച്ച മുറിവ് ഒരു കാലത്തും ഉണങ്ങാണ്ട് ഇങ്ങനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ബാധ്യതയായിട്ട് ആജീവനാന്തം മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ മാത്രമായിട്ട് അനുഭവിക്കുകയും ചെയ്യും, എന്നാൽ അതേസമയം വേദനിപ്പിച്ച ആളെല്ലാം മറക്കുകയും ചെയ്യും. ഈ ഒരു പ്രോവർബ് കൊണ്ട് ഇതാണ് അർത്ഥാക്കുന്നത്. രുദ്രം സിനിമയുടെ ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രോവർബ് ആയിരുന്നു. എന്തിനാണ് ഇത് കൊടുത്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ സിനിമ അവസാനം വരെ കാണണം. അവസാനത്തെ ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിലാണ് ആ ഒരു ടാഗ് ലൈൻ എന്തിനു കൊടുത്തു എന്നുള്ളതൊക്കെ ഇവർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ജിഷോ ലോൺ ആന്റണിയാണ്. നവാഗതനായിട്ടുള്ള ഡയറക്ടറാണ്. VS ലാലനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ സൈക്കോളജിക്കൽ ത്രില്ലർ സർവൈവൽ മൂവിയാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് സ്റ്റാറ്റിക് ഷോട്ടിലാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഷോട്ട് തന്നെ അങ്ങനെയാണ്. വളരെ ശാന്തമായിട്ടുള്ളൊരു പശ്ചാത്തലം കൊടുത്തുകൊണ്ട് ശാന്തതയുള്ള സിനിമയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തുടങ്ങുകയും ചെയ്യും. എന്നിട്ടൊരു 3-ാമത്തെ 4-ാമത്തെ സീൻ ആകുമ്പോഴേക്കും വയലൻസ് കാണിച്ചു തുടങ്ങുകയാണ്. വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ചറിങ് ആണ്. ഇപ്പൊ റേപ്പ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. റേപ്പ് സീൻ ആണെങ്കിൽ കൂടിയും അതെല്ലാം മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഡയറക്റ്റ് റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി പറിച്ചൂരി ആ പരിപാടികളൊന്നുമില്ല. മാസ്ക് ചെയ്തിട്ടാണെങ്കിൽ കൂടിയും ആ റേപ്പിന്റെ ഒരു തീവ്രത കൃത്യമായിട്ട് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന പോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ കാണുന്നത് നമുക്കാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ മറ്റൊരാൾക്ക് ടോർച്ചർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു വരുന്നുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഫീൽ ചെയ്ത സംഭവം, ഇതിനകത്ത് ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സർവൈവൽ ത്രില്ലർ മൂവി ആണെങ്കിലും അത് വളരെ ഫോഴ്സ്ഫുള്ളി ആണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സർവൈവൽ ത്രില്ലർ മൂവികൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല സിനിമയായിരുന്നു ഹെലൻ മൂവി, അന്നബൻ ചെയ്തിട്ടുള്ള. അതിനകത്തുള്ള സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഗ്രാജുവലി അതിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ വളരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാക്കിയ സീനൊന്നുമല്ല. അത് വളരെ ഇങ്ങനെ പതിയെ സിറ്റുവേഷനിലേക്ക് പോകുന്നു. വളരെ നമുക്ക് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഹെലൻ നേരിടുന്ന പ്രശ്നത്തെ അതിജീവിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമായിട്ട് മാറുകയാണ്. എന്നാൽ ഇതിനകത്ത് അപർണ ബാലമുരളി ചെയ്യുന്ന ക്യാരക്ടർ, അവര് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി അവർക്ക് കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ലേ, അത് ശരിക്കും ഇവർ വളരെ ഫോഴ്സ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളിയുടെ ക്യാരക്ടറിന് രക്ഷപ്പെടാൻ ഒരു കാരണം വേണം. എന്നാൽ ഒരു കാരണം ഉണ്ടാക്കാം. ഇവർക്ക് രക്ഷപ്പെടാൻ മുമ്പോട്ട് പോകാൻ ഒരു മോട്ടിവേഷൻ വേണം. എന്നാൽ ഒരു മോട്ടിവേഷനുള്ള കാരണം അടുത്തുണ്ടാക്കി വെക്കാം. ഇങ്ങനെ ചിന്തിച്ച് കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കിയ പോലെയാണ് ആ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമയുടെ ഒരു അവസാനം വരേക്കും പോയിട്ട് പലപ്പോഴും എനിക്ക് ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ചിലതിൽ പ്രത്യേകം പറയേണ്ട സംഭവമായിരുന്നു അപർണ ബാലമുരളിയുടെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് അപർണ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപർണയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിലേക്ക് കാരണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ വളരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നല്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. പിന്നെ സിനിമയിൽ വളരെ ഗൗരവത്തോടു കൂടി കാണിക്കുന്ന സംഭവമാണ് പുരുഷന്മാർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം. നമ്മൾ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമ എന്നല്ല ഏത് ഭാഷ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ പുരുഷന്മാരും വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആരും പറഞ്ഞു വരാറില്ല. പക്ഷെ ഈ സിനിമ വളരെ സത്യസന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ ഒരു വിഷയത്തിലേക്ക് ഇവർ കൈവച്ചിട്ടുണ്ട്. നിലവിലുള്ള പല സിനിമകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഇവിടുത്തെ പല സിനിമ കാഴ്ചപ്പാടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുരുഷന്മാർക്ക് നേരെയുള്ള ലൈംഗിക പീഡനത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ സിനിമ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇത് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് വളരെ ഫോഴ്സ്ഫുള്ളി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് രാജ്ബി ഷെട്ടിയാണ്. കന്നഡ ആക്ടറാണ്. സാധാരണ അന്യഭാഷാ നായകന്മാരെ നമ്മളെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ആന്റി ഹീറോ ആയിട്ടാണ് ഇവിടെ കൊടുക്കാറുള്ളത്. അതാണ് ഇവിടുത്തെ പതിവ്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ലീഡ് റോൾ ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കന്നഡയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ കഥാപാത്രമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നല്ല, കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം കൃത്യമായിട്ട് അഭിനയിക്കുകയാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ടോബി സിനിമയൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം, ഗംഭീരമായിട്ട് ഇദ്ദേഹം ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ അത്രയും ഹൈ ആയിരുന്നു. എന്നാൽ ഇതിലേക്ക് വരുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നിട്ട് കൃത്യമായിട്ട് ഷോട്ട് ആ ഒരു ടൈമിന്റെ ഇടയിലൊക്കെ കിടന്ന് അഭിനയിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് രാജ്ബി ഷെട്ടിയുടെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ് ഇതെന്നൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിക്ക് അഭിനയിച്ചിട്ടുണ്ട്. വൃത്തിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
പ്രത്യേകിച്ചും അവസാനത്തെ ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായി ചെയ്തു. പിന്നെ അതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ്, ഇതിനകത്ത് പീക്കു എന്ന് പറയുന്നൊരു ഡോഗ് ഉണ്ട്, ആ ഡോഗിന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആനിമൽ ട്രെയിനർ ആരായാലും ശരി ഗംഭീരമായിട്ട് ആ ഡോഗിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡോഗ് മാത്രമല്ല, അതിനകത്ത് ഒരു എലി പോലും വരുന്നുണ്ട്. അവരെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം പെറ്റ് ലവേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോഗുമായിട്ടുള്ള അപർണ ബാലമുരളിയുടെ കണക്ഷനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യമാണ്, മനുഷ്യരെക്കാൾ കൂടുതൽ സ്നേഹമുള്ളവരാണ് ഡോഗ്സ് ഒക്കെ എന്ന് പറയുന്നത്. അവർക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരിക്കും. അവരവരുടെ ഉടമസ്ഥരോട് അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കും. നമ്മൾ മനുഷ്യരുടെ സ്നേഹത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ കൂടി ഇത്തരം ഡോഗ്സിന്റെ സ്നേഹത്തിലൊക്കെ നമ്മൾ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. അത്രയും സത്യസന്ധതയുള്ള ഒരു വിഭാഗമാണ് അവര്. അത്തരത്തിൽ ഡോഗ്സിന്റെ ഒക്കെ സ്നേഹം കിട്ടിയിട്ടുള്ള, അത്തരം കണക്ഷനൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് ഈ സിനിമയിൽ പീക്കു എന്ന് പറയുന്ന ആ ഡോഗിനെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പീക്കുവിന്റെ പല സിറ്റുവേഷൻസ് നമ്മളെ ഹൃദയത്തിൽ തൊടുന്ന ഒരു ഫീൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ഗംഭീരമായിട്ടുള്ള സിനിമ ആണെങ്കിൽ ഗംഭീരമായിട്ടുള്ള സർവൈവൽ ത്രില്ലർ എന്നുള്ള സംഭവം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ മികച്ച സിനിമകളൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം പറയുന്നുണ്ട്. ചിത്രത്തിൽ ആരാണ് മഴു, ആരാണ് മരം എന്നൊക്കെയുള്ള ഒരു സംഭവമാണ് പറയുന്നത്. ആ ഒരു ടാഗ് ലൈനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ മൊത്തത്തിൽ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സിനിമ മറ്റൊരു രീതിയിലും പേഴ്സണലി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല.